ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇടിയപ്പം, ഒറോട്ടി, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ആയിരിക്കും കേട്ടോ. അതിനായി ആദ്യം തന്നെ അരമുറി തേങ്ങ തിരുമ്മിയതിൽ 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെള്ളവും ആഡ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊത്തിയരിഞ്ഞ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വഴറ്റുക. ശേഷം നീളത്തിൽ അരിഞ്ഞ 2 സവാള ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാക്കുന്നത് വരെ വഴറ്റുക. ശേഷം 2 തക്കാളി ആഡ് ചെയ്ത് മൂടി തക്കാളി ഉടയുന്ന പരുവമാകുന്നത് വരെ വേവിക്കുക. ശേഷം മുമ്പ് അരച്ച അരപ്പ് അതിലേക്കൊഴിച്ച് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ആഡ് ചെയ്ത് തിളയ്ക്കുമ്പോൾ 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. ശേഷം 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഫ്രഷ് ക്രീം ചേർത്തില്ലെങ്കിലും സാരമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. ശേഷം നല്ലപോലെ വെട്ടിത്തിളയ്ക്കുന്ന ടൈമിൽ ഓരോ സൈഡിലായിട്ട് ഇതുപോലെ മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഞാൻ ഇവിടെ 5 മുട്ടയോളം ചേർത്തിട്ടുണ്ട്. ശേഷം മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം മൂടി വേവിക്കുക. പിന്നെ ഒരു 5-10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലും വേവിക്കുക. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇളക്കാനേ പാടില്ല കേട്ടോ. എല്ലാം വെന്ത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ സ്പൂൺ ഇടാൻ പാടുള്ളൂ. എന്നാലും മിക്സ് ചെയ്യരുത് കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിച്ച ഭാഗത്ത് നിന്നും വേണം ഓരോ പീസും അതിന്റെ ചാറുമായി ഒഴിച്ച് എടുക്കാനായിട്ട്. അങ്ങനെ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ റെഡിയായി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.